നമുക്ക് ഇവിടെ എന്താണ് ബെനിഫിറ്റ്, അതാണ് നമുക്കറിയേണ്ടത്. അതായത് ഒരു വ്യക്തിക്ക് മാക്സിമം ഇവിടെ നമുക്ക് 3 ID വരെ എടുക്കാൻ പറ്റും. ഒരു ID എടുത്തിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, 3 ID ആക്ടിവേറ്റ് ആക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ID എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻകം കിട്ടലും, 3 ID എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻകം കിട്ടലും, ഇവിടെ എങ്ങനെയാണ് പാസീവ് ഇൻകം കിട്ടലും, നമുക്കിവിടെ എങ്ങനെ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യലും, എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിവിടെ താഴെ കാണിക്കാം. നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണാം. ഓക്കെ, ഇവിടെ സിംഗിൾ ID എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇൻകം കൊടുക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അതായത് ഞാനിവിടെ ഒരു സൈറ്റ് എടുത്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിവിടെ 2 ബിസിനസ്സാണ്, ഓൾട്ടർനേറ്റീവ് ബിസിനസ്, അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ബിസിനസ്. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റീവ് ബിസിനസ്സും കോർപ്പറേറ്റ് ബിസിനസ്സും, ഇങ്ങനെ എനിക്ക് 2 ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ഓൾട്ടർനേറ്റീവ് ബിസിനസ്സിൽ ഞാനൊരു 10 സെയിലും കോർപ്പറേറ്റിൽ ഒരു 10 സെയിലും ഞാൻ എന്ത് ചെയ്തു, നടത്തി. അതായത് എനിക്കറിയാവുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, സോഷ്യൽ മീഡിയ ത്രൂ, അങ്ങനെ ടോട്ടൽ 10 സെയിൽ എൻ്റെ ഓൾട്ടർനേറ്റീവ് ബിസിനസ്സിലും 10 സെയിൽ എൻ്റെ കോർപ്പറേറ്റിലും ഞാൻ നടത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 മെമ്പേഴ്സ് വന്നിരിക്കുന്ന ചിലർ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ചിലർ ഓപ്പർച്യൂണിറ്റിയും പ്രൊഡക്റ്റും, ചിലർക്ക് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ മാത്രമായിരിക്കും. അങ്ങനെ പല രീതിക്കുള്ള കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് ഈ 10 മെമ്പേഴ്സ്. അങ്ങനെ ടോട്ടൽ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 10 സെയിൽ വെച്ച് ടോട്ടൽ എനിക്ക് 20 സെയിൽ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് 10 പെയർ എനിക്ക് മാച്ചിങ് ആയി. ഇവിടെ ഒരു പെയറിനാണ് 200 രൂപ വെച്ച് തരുന്നത്. അങ്ങനെ 10 പെയർ മാച്ച് ആയപ്പോൾ 10 × 200 2000 രൂപ. അങ്ങനെ പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്തില്ല. പക്ഷേ നമ്മുടെ കൊണ്ടുവന്ന വ്യക്തികൾ, അതായത് ഇവിടെ ഏതൊരു വ്യക്തിക്കും സെയിം ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആ 10 വ്യക്തികളും അവർക്ക് ഇതേപോലെ 2 ചാനലുകളുണ്ട്, ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ടീമായിട്ട് നിന്ന് വർക്ക് എടുത്തിട്ട് 15 സെയിൽ വെച്ചിട്ട് എൻ്റെ ഓൾട്ടർനേറ്റീവിലും ടോട്ടൽ കോർപ്പറേറ്റിലും 15 സെയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, അവർ കൊണ്ടുവന്നു. അങ്ങനെ ടോട്ടൽ എന്നെ സംബന്ധിച്ച് ടീം എടുത്ത വർക്കിൽ 30 സെയിൽ എൻ്റെ ഓൾട്ടർനേറ്റീവിലും കിട്ടി, അതോടൊപ്പം തന്നെ 30 സെയിൽ എന്ത് ചെയ്തു, എൻ്റെ കോർപ്പറേറ്റിലും കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ടോട്ടൽ എനിക്ക് അവിടെ എത്ര രൂപ കിട്ടണം, 30 × 200 ടോട്ടൽ 6000 രൂപ എന്ത് ചെയ്യണം, കമ്പനി എനിക്ക് തരണം. പക്ഷേ എനിക്ക് അവിടെ കമ്പനി 6000 രൂപ തരില്ല. കാര്യം നമുക്കിവിടെ മണിക്കൂറിലാണ് സീലിംഗ് വരുന്നത്. ഒരു മണിക്കൂറിൽ 1000 രൂപ വെച്ചിട്ട്, അതായത് 5 പെയറിൻ്റെ ഇൻകം ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി വരുന്നത് നമുക്ക് ഭയങ്കര ഇൻകം വാഷ് ഔട്ടാണ് കമ്പനിക്ക്, കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ടാണ് അത് പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐഡിയയിലൂടെ മാക്സിമം ഒരു ദിവസം 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ 1000 രൂപ വെച്ചിട്ട് 24,000 രൂപ ഒരൊറ്റ ഐഡിയയിൽ ഏൺ ചെയ്യാനുള്ള അവസരമാണ്. അത് ഇപ്പോൾ ഒരു മണിക്കൂറിൽ 30-40 സെയിലൊക്കെ വന്ന് കയറി 2 സൈഡും കയറി കഴിഞ്ഞാൽ നമുക്കവിടെ 5 പേരുടെ ഇൻകം കിട്ടുള്ളൂ. ബാക്കി വരുന്നതെല്ലാം കമ്പനിയുടെ പ്രോഫിറ്റാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കമ്പനി വേറൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് മാക്സിമം ട്രൈപോഡ് ID, അതായത് ഒരു വ്യക്തിക്ക് 3 ID എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 3 ID എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ID എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് മാക്സിമം ഒരു ഐഡിയിലൂടെ മാക്സിമം ഡെയിലി 1000 രൂപ വെച്ച് ബൈനറി ഇൻകം മാത്രമാണ് ഞാൻ പറയുന്നത്. വേറെ നമുക്ക് അപ്ഗ്രേഡ് ഇൻകം, റീപർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഇൻകമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈനറി മാക്സിമം നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു ഐഡിയയിലൂടെ 24,000 രൂപ വരെ ഒരു മാക്സിമം ഒരു ദിവസം ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്, ഒരു മണിക്കൂറിൽ 1000 രൂപ വെച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ഒറ്റ അടിക്കാണ് ഈ 40 സെയിൽ 30 സെയിൽ ലെഫ്റ്റ് റൈറ്റൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റിലൊക്കെ കയറുന്നതെങ്കിൽ നമുക്കത് കിട്ടൂല. 5 പേരുടെ എങ്കിൽ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ ഇനിയും ഇതേ വ്യക്തിക്ക് 3 ID എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ 3 ID എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ 4 ചാനൽ ഉണ്ടാവും. അതായത് നമുക്ക് താഴത്തെ ഐഡിയുടെ 2 ചാനൽ, റൈറ്റ് ലെഫ്റ്റ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് കിടക്കുന്ന ഒരു ID ഉണ്ട്, കോർപ്പറേറ്റിൽ 2 ID ചാനൽ ID ആയിട്ട് കിടപ്പുണ്ട്. അതിന് 2 ചാനലുണ്ട്, ഓൾട്ടർനേറ്റീവും കോർപ്പറേറ്റും എന്ന് പറയുന്നത്. ആ 4 ചാനൽ നമ്മൾ ടീമിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതേ സെയിം എഫേർട്ടിൽ 4 ടീം നമുക്ക് ഡിവൈഡ് ചെയ്ത് വിടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ 3 ഐഡിയിലൂടെ 24,000 × 3 ഏകദേശം 72,000 രൂപയോളം നമുക്ക് പെർ ഡേ ബൈനറി ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അത് ടീം ത്രൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ബ്യൂട്ടി. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ വരച്ച് കാണിച്ചത്. ബാക്കി ഡൗട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.